അയ്യോ ഇവിടെ എന്നാണ് സ്കൂളിൽ വരാതിരുന്നേ? നീ വരത്തില്ലെന്ന് പറഞ്ഞു, വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടീച്ചറുടെ എല്ലാവരും പറഞ്ഞു നീ വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാം പ്രസന്റേഷൻ കാണിക്കുന്നു. എന്നിട്ട് നീ പണിയുണ്ടാക്കിയിട്ട് വരും. കഷ്ടം കേട്ടോ. എന്നാ പറ്റിയത്? പനിയോ? എന്നാടി പെട്ടെന്ന് ഒരു പനി, ഒരു 10 ദിവസം കൊണ്ട് പനി വന്നാ? പിന്നെ നോട്ട്സ് അയച്ചാൽ ഇന്ന് ടീച്ചർ ഭയങ്കര ദേഷ്യമായിരുന്നു. അതെല്ലാം കൂടെ പഠിച്ചു വെച്ചു. ഒരു സാധനത്തില്ല, ഒരു ബ്ലേക്കിലോ ഒന്നിലോ ഒന്നും എല്ലാം കൂടെ എടുത്തു. ഇത് ഞാൻ അയച്ചു തരാം. ഇന്ന് ഇഷ്ടംപോലെ ഉണ്ട് മോൾക്ക് കേട്ടാ. തുറന്നു നോക്കട്ടെ. പിന്നെ എന്താ പിന്നെ 4-5 മേളിൽ ടീച്ചർ തന്നിട്ടുണ്ട്. പിന്നെ ബയോളജി എല്ലാം ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്നോട് സംസാരിക്കായിരുന്നു. അവൾക്ക് പനിയാ. അപ്പൊ അവൾക്ക് നോട്ട്സ് ആരാണ് പറഞ്ഞത്? ദിയ ആണ്. നോക്കിക്കോ. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? കുഴപ്പമില്ല. തലത്തോളം കയറുന്നുണ്ടോ? ഉണ്ട്. സ്ക്രീൻ ടൈം ഒക്കെ എങ്ങനെയാ? അത് കുറവാ. ഉറപ്പാണോ? എനിക്കറിയാം നീ എന്തൊക്കെയോ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാലോ. നിന്റെ നെറ്റിന്റെ മേൽ കറക്റ്റ് കൺട്രോൾ ഉണ്ടെന്ന് എനിക്കറിയാലോ. പക്ഷെ അത് ഞാൻ നോക്കാറില്ല കേട്ടോ. എനിക്ക് നിന്റെ മേൽ വിശ്വാസമുണ്ട്. മിസ്യൂസ് ചെയ്യാതെ നോക്കാം. പിന്നെ എങ്ങനെയുണ്ട് എക്സാം റിസൾട്ട് ഒക്കെ വന്നിട്ട്? ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലും എന്തെങ്കിലും ഇപ്പം സബ്ജക്റ്റിന് ട്യൂഷൻ വേണോ? ഇല്ല, ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പോകുന്നില്ല. മാത്സിനൊക്കെ ഒന്ന് പോകുന്നില്ല. എപ്പോ തുടങ്ങിയതാ ഈ പരിപാടി പഠനം? ഇന്ന് അവധിയല്ലേ. ഇന്നലെ ആയിരുന്നു ദിയ ആബ്സെന്റ്. അപ്പൊ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്ന ടീച്ചർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എല്ലാം കൂടെ എല്ലാം പഠിച്ചു വെച്ചു. കുറവായി. നമ്മൾ പുറത്തു പോയാലോ? ഞാൻ കംപ്ലീറ്റ് കുറച്ചുകൂടി ഉണ്ട്. ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യും. അമ്മ ഇന്ന് ഡ്യൂട്ടി കുറച്ച് ടൈം കഴിയും. നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ഒന്ന് ഔട്ടിങ്ങിന് പോയിട്ട് നമ്പാ. ഓക്കെ.